വിഴിഞ്ഞത്ത് യുവാവിനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. പ്രതി അച്ചുവും ഷെരീഫും എന്ന മറ്റൊരാളുമായുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാർ അടച്ചതും മദ്യം ലഭിക്കാത്തതും തർക്കത്തിന് കാരണമായി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ ദൃശ്യങ്ങൾ പ്രകാരം നമുക്ക് എങ്ങനെയാണ് ഈ തർക്കവും കൊലപാതകവും ഉണ്ടായതെന്നാണ് മനസ്സിലാവുന്നത്? ഈ കൊലപാതക കേസിലെ പ്രതിയായ അച്ചുവും അതോടൊപ്പം തന്നെ സുമനും തമ്മിൽ ഈ ബാറിനുള്ളിൽ വെച്ചൊരു തർക്കമുണ്ടാകുന്നു. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് സുമനെ കാണാം, പക്ഷെ സുമനുമായിട്ടുള്ള തർക്കമല്ല ഈ ദൃശ്യങ്ങളിലുള്ളത്. അതിന് പകരം ഷെരീഫ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു തർക്കമാണെന്നുള്ളത്. ഈ പ്രതിയായിട്ടുള്ള അച്ചു അമിതമായി മദ്യപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ അയാളുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. ഈ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയും അവിടെ മദ്യപിക്കാൻ എത്തിയതാണ്. 12 മണി കഴിഞ്ഞ് ബാർ അടച്ചു. അതിനുശേഷം പുറത്തിറങ്ങി വീണ്ടും ഈ അച്ചു മദ്യം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന അച്ചുവിനോട് ഷെരീഫ് പറയുന്നു, ബാർ അടച്ച സാഹചര്യത്തിൽ നിങ്ങൾ ബഹളം വെക്കാതെ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നു. അതാണെങ്കിൽ ഈ അച്ചുവിന് ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. താൻ ആരാണെന്ന് ചോദിക്കാന്നുള്ള രീതിയിലാണ് അച്ചു ഇക്കാര്യത്തിൽ സംസാരിക്കുന്ന. അവസാനം ഈ ഷെരീഫിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയാണ്, കാല് പിടിപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് സുമനുമായി വീണ്ടും തർക്കമുണ്ടാകുന്നത്. സുമനെ ആ റോട്ടിലിട്ട് മർദ്ദിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ വൈകാതെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഈ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സിജോ വി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത്.